നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നേരത്തെ എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 പേരുടെ ഡീറ്റെയിൽ ആണ്. ഒന്ന് വൈകുണ്ഠ സ്വാമികൾ, അടുത്തത് തൈക്കാട് അയ്യാഗുരു, മൂന്നാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇത്രയും പേരുടെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് വെച്ച് നമുക്ക് നോക്കാം. ഒന്ന്, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ള ചോദ്യം. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ഇത് റിപ്പീറ്റഡ് ആണ്. അതിനകത്ത് എല്ലാ ഓപ്ഷനുകളും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അത് നമ്മളുടെ വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വൈകുണ്ഠ സ്വാമികൾ ജനിച്ച വർഷമാണ് 1809 മാർച്ച് 12. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. LD-ക്കൊക്കെ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളതാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ച വർഷം. അടുത്തത് വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം. അത് വന്നിട്ട് സ്വാമിത്തോപ്പാണ്. സ്വാമിത്തോപ്പിലാണ് ജനിച്ചത്. കന്യാകുമാരി ജില്ലയിലാണ് സ്വാമിത്തോപ്പ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഒന്നും വേണ്ട, പക്ഷേ സ്ഥലം എവിടെയാണെന്നും ജനിച്ച വർഷം ഏതാണെന്നും നോക്കുക. ജനിച്ച വർഷം 1809 മാർച്ച് 12. ഓക്കെ, പിന്നെ പുള്ളിക്കാരൻ്റെ വൈകുണ്ഠ സ്വാമികളുടെ ആദ്യകാല നാമം, പുള്ളിയുടെ ആദ്യകാല നാമം ഏതാണെന്നുള്ളത്, ആദ്യം അയാളുടെ ഒരു അറിയപ്പെട്ടിരുന്ന പേരുണ്ടായിരുന്നു. വൈകുണ്ഠ സ്വാമികൾ ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ടായിരുന്നു. അത് മുടിച്ചൂടും പെരുമാൾ എന്നാണ്. മുടിച്ചൂടും പെരുമാൾ. ഓക്കെ, ഈ വൈകുണ്ഠ സ്വാമികൾക്കാണെങ്കിൽ ആദ്യം മുടിച്ചൂടും പെരുമാൾ എന്നൊരു പേര് ഉണ്ടായിരുന്നു. ആ പേര് നമ്മുടെ അപ്പർ കാസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ മാറ്റിയ പേരാണ് മുത്തുക്കുട്ടി എന്ന് പറയുന്ന പേര്. മുത്തുക്കുട്ടി എന്ന് പറയുന്നതാണ്. അപ്പം ഇന്നത്തെ PSC ചോദിക്കാറുണ്ട് വൈകുണ്ഠ സ്വാമികളുടെ മറ്റൊരു പേര് എന്തെന്നുള്ളത്. ഓക്കെ, അത് മുത്തുക്കുട്ടി എന്നുള്ളതാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു ചോദ്യമാണ് വൈകുണ്ഠസ്വാമി ജനിച്ച സമുദായം ഏതാണെന്നുള്ളത്. വൈകുണ്ഠസ്വാമി ജനിച്ച സമുദായം നാടാർ സമുദായത്തിലാണ് വൈകുണ്ഠസ്വാമി ജനിച്ചത്. പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഈ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനായിട്ട് വരും തൈക്കാട് അയ്യാഗുരു വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനായിട്ട് വരും. വൈകുണ്ഠസ്വാമി ജനിച്ചത് നാടാർ സമുദായത്തിലാണ്. ഓക്കെ, അടുത്ത വേറെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചിട്ട് ഇതേ ക്വസ്റ്റ്യൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അതായത് പന്തിഭോജനമാണോ, സമപന്തിഭോജനമാണോ, പട്ടിസദ്യ എന്ന് പറയുന്നതാണോ, പ്രീതിഭോജനമാണോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ സമപന്തിഭോജനമാണ് ഈ പറഞ്ഞിരിക്കുന്ന വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യം തൊഴിലാളി സമരം അത് സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അതുകൊണ്ട് ചെയ്ത വേറൊരു ഫേമസ് കോട്ടാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം. അത് ഉയർത്തിക്കൊണ്ട് ജന്മിമാരുടെ നിർബന്ധിത അടിമവേലയ്ക്കെതിരെ വൈകുണ്ഠ സ്വാമികൾ ആഞ്ഞടിച്ചു. അതായത് ഈ പറഞ്ഞ 2 കോട്ടുകളും പ്രധാനപ്പെട്ടതാണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നിട്ട് ആ ഒരു രീതിയിലാണ് ഡിഗ്രി ലെവലൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതായത് ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞാൽ ഫേമസ് കോട്ട്. അത് LDC എല്ലാത്തിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് ഈ പറഞ്ഞ വൈകുണ്ഠ സ്വാമികളുടെയാണ്. അതുപോലെ തന്നെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട ഏതാണ് പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമപന്തിഭോജനമാണ്. ഓക്കെ, സമപന്തിഭോജനമാണ് വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു ചോദ്യമാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. അതായത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് വെച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ കൺഫ്യൂസിങ് ആണ്. ശ്രീനാരായണ ഗുരുവായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. സോ ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്
നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ച വ്യക്തിയും ഈ പറഞ്ഞ വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ കണ്ണാടി സമരം ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷേധം നടത്തിയതും ഇദ്ദേഹമാണ്. ശ്രീനാരായണ ഗുരുവിന് കണ്ണാടി പ്രതിഷ്ഠ എന്ന ആശയം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. അതേപോലെ ശ്രീനാരായണ ഗുരുവും കണ്ണാടി പ്രതിഷ്ഠയുടെ ആളാണ്. അദ്ദേഹത്തിനും കണ്ണാടി പ്രതിഷ്ഠ ക്കുള്ള ആശയം, ആ കൺസെപ്റ്റ് കിട്ടിയിരിക്കുന്നതും വൈകുണ്ഠസ്വാമികളുടെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യമാണ്, വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽത്തങ്ങൾ എന്നറിയപ്പെടുന്നു. വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽത്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച സ്കൂളാണ് നിശാ പാഠശാല. അതായത് വൈകുണ്ഠസ്വാമി പുള്ളി നാടാർ സമുദായത്തിലുള്ളതാണ്. പുള്ളി താഴ്ന്ന വിഭാഗത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച സ്കൂളാണ് നിശാ പാഠശാല എന്ന് അറിയപ്പെടുന്നത്. ഈ ഏരിയയിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആണ് ഒന്നാമത്തെയാണ്, വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട ഏത് പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഏതാണ് വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമപന്തിഭോജനമാണ്. പന്തിഭോജനമല്ല, സമപന്തിഭോജനമാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലാളി സമരം സംഘടിപ്പിച്ച നവോത്ഥാന നേതാവും വൈകുണ്ഠസ്വാമിയാണ്. അതുപോലെ തന്നെ ഫേമസ് കോട്ടായിട്ടുള്ള വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് മുദ്രാവാക്യമാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിന് ഈ ഒരു കൺസെപ്റ്റ് പകർന്നു കൊടുത്തത്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഇദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. ഈ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ നിഴൽത്താങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നിഴൽത്താങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായിട്ട് വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച സ്കൂളുണ്ടല്ലോ, ആ സ്കൂള് നിശാ പാഠശാലകൾ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് മാത്രമാണിത്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച്ച ഭരണമെന്നും പരിഹരിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച്ച ഭരണമെന്നും പരിഹരിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിനെ ഈ തിരുവിതാംകൂർ ഭരണകാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയുകയും ഇടപെടുകയും ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന് കുറേ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് പുറകെ വരുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ആക്ഷേപം നടത്തിയിരിക്കുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ജഡ്ജിമാരെയും രാജാധികാരത്തെയും തുറന്നു നിർത്ത ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അന്നത്തെ കാലത്ത് അത്തരത്തിലൊന്നും ആരും ചെയ്യുന്നതല്ല. പക്ഷേ പുള്ളിക്കാരൻ അത്തരത്തിൽ ഈ പറഞ്ഞ ഭരണത്തിനെതിരെയൊക്കെ പല കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളെ മോശമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും അത്തരത്തിലൊരു എതിർപ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് 1822 വൈകുണ്ഠസ്വാമികൾ പിന്തുണച്ച സാമൂഹിക പ്രക്ഷോഭം ഏതെന്നുള്ളതാണ്. 1 കുറിച്യർ കലാപമുണ്ട്, 2 വില്ലുവണ്ടിയുണ്ട്, 3 ചാന്നാർ ലഹളയുണ്ട്, അടുത്തത് നെടുമങ്ങാട് ലഹളയുണ്ട്. ഇതിനകത്ത് വില്ലുവണ്ടിയും നെടുമങ്ങാട് ലഹളയൊക്കെ പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം അല്ലെങ്കിൽ ഇദ്ദേഹം ജനിച്ച സ്ഥലവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. ഏതാണ് ഇയറോടെ കൊടുത്തിരിക്കുന്നത് 1822 1822 വൈകുണ്ഠസ്വാമികൾ പിന്തുണച്ച സാമൂഹിക പ്രക്ഷോഭം ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിലുണ്ടായ സമരമാണ്. ഓക്കെ, 1859 ജൂലൈ 26 ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. ഈ ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ PSC ആയിട്ട് വർക്ക് ചെയ്യുന്നവർ കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു. 1822 വൈകുണ്ഠസ്വാമികൾ സപ്പോർട്ട് ചെയ്ത
പ്രക്ഷോഭം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രക്ഷോഭത്തെയാണെന്നുള്ളത്. അതായത് ചാന്നാർ ലഹളയാണ് പുള്ളി സപ്പോർട്ട് ചെയ്തത്. നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠ സമയ നേതൃത്വത്തിൽ ഇതിന് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയുണ്ടായി. ഐ മീൻ മേൽമുണ്ട് സമരം എന്നാണ് അറിയപ്പെടുന്നത്. അതിനെയാണ് പുള്ളി സപ്പോർട്ട് ചെയ്തത്. 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അത് ഒരു ക്വസ്റ്റ്യനാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 ഇതിന് അപ്രൂവൽ നൽകി. അപ്പം ഏത് തിരുവിതാംകൂർ ഭരണ കർത്താവാണ് ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന് അംഗീകാരം നൽകിയിരുന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 ഡേറ്റും പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ആ ഡേറ്റ് ഉൾപ്പെടെ ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 1859 ജൂലൈ 26, ജൂലൈ 25, ജൂലൈ 22 അങ്ങനെയായിരിക്കും. അതായത് ജൂലൈയിൽ തന്നെ ഡേറ്റുകൾ തരും. അപ്പം കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ ലഹളയെ സംബന്ധിച്ച് അതിന് അപ്രൂവൽ നൽകിയത്, അല്ലെങ്കിൽ അതിന് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരം നൽകിയത്. ഓക്കെ, അതിന് 1822 വൈകുണ്ഠസ്വാമി ഇതിനെ പിന്തുണച്ചു എന്നുകൊണ്ട് ഓർക്കണം. ഓക്കെ, അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും മതം മാറി വരുന്ന ക്രിസ്ത്യൻ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ദിവാനാണ് കേണൽ മൺറോ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പക്ഷേ ഓർമ്മയ്ക്ക് വെക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഓപ്ഷനുകൾ വരാറുണ്ട്. ഓപ്ഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. അത് എക്സാമുകൾക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ റെയറായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. സാമൂഹിക വിപ്ലവകാരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അടുത്ത പോയിന്റ്, വൈകുണ്ഠ സ്വാമികളിലെ അനുയായികൾ വിശേഷിപ്പിച്ചിരുന്നത് സമ്പൂർണ്ണ തേവൻ എന്നാണ്. 1831 വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തിരുച്ചെന്തൂർ. 1833 വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ മറ്റേ വെളിപാടുണ്ടായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുച്ചെന്തൂറാണ്. പിന്നെ പഞ്ചപാണ്ഡവന്മാർ, സീഡർമാർ എന്നീ പേരുകളിൽ ശിഷ്യഗണം ഉണ്ടായിരുന്നതും ഈ പറഞ്ഞ വൈകുണ്ഠ സ്വാമികൾക്കാണ്. പഞ്ചപാണ്ഡവന്മാർ, സീഡർമാർ. ഈ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന 1832 പുള്ളിക്ക് ജ്ഞാനോദയം അല്ലെങ്കിൽ വെളിപാടുണ്ടായ സ്ഥലം പ്രധാനപ്പെട്ടതാണ്. പഞ്ചപാണ്ഡവന്മാർ, സീഡർമാർ എന്നറിയപ്പെടുന്ന ഡിസിപ്ലിൻസ് അവർക്ക് പുള്ളിക്കാരന് ഉള്ള ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അയ്യാവഴിയാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം ആരംഭിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. അയ്യാവഴി മതത്തിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ 1008 ഇതളുള്ള താമരയാണ്. ഇതൊക്കെ ജസ്റ്റ് ഫോർ ഇൻഫർമേഷനാണ്. അയ്യാവഴിയൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠ സ്വാമിയാണോ അതെങ്കിൽ ഈ പറയുന്ന അതേ ആൻസറിൽ എത്താൻ സാധ്യതയുള്ളതാണ്. തൈക്കാട് അയ്യ എന്നൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഒരു വട്ടമൊക്കെ വായിച്ചിരിക്കുന്നവർ കൺഫ്യൂഷൻ വരും. അയ്യാവഴി തൈക്കാട് അയ്യയുടെയാണോ അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമിയുടെ ആണോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ അത് ഈ പറയുന്ന രീതിയിൽ തൈക്കാട് അയ്യ അല്ല, തൈക്കാട് ഗുരുവിൻ്റെ അല്ല, വൈകുണ്ഠ സ്വാമികളുടെയാണ് അയ്യാവഴി എന്ന് പറയുന്ന ചിന്താ പദ്ധതി എന്ന കൺസെപ്റ്റ്. ഓക്കെ, അയ്യാവഴി മതത്തിൻ്റെ ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെടുന്ന പതികൾ. അയ്യാവഴി മതത്തിൻ്റെ ആരാധനാലയമായ പതികയിലെ പ്രധാന പ്രതിഷ്ഠ കണ്ണാടിയാണ്.
അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലമാണ് തിരുച്ചെന്തൂർ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയാണ്, അത്തളവിള. ഓക്കെ, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം അത് വേണം, 1008 ഇതിലുള്ള താമരയാണ്. പിന്നെ ജസ്റ്റ് കണ്ണാടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഏതെങ്കിലും വരുമ്പോൾ അവിടെ നമുക്ക് ഇത് ഉപകാരപ്പെടും. ബിക്കോസ് ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഇത് ഉപകരിക്കും. അടുത്തത്, ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങ് ഏതാണ്? തുവയൽ പന്തി കൂട്ടായ്മ. ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠസ്വാമി സംഘടിപ്പിച്ച ചടങ്ങാണ് ഏതാണ്? തുവയൽ പന്തി കൂട്ടായ്മ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച് നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. പന്തി ഭോജനത്തിൻ്റെ തൈക്കാടയ്യാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണത്. സമപന്തി ഭോജനം എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം. വെറും പന്തി ഭോജനം എന്ന് പറയുന്നത് തൈക്കാടയ്യയുടെയാണ്. പ്രീതി ഭോജനം എന്ന് പറഞ്ഞാലാണ് വാഗ്ഭടാനന്ദൻ്റെയാണ്. അതുപോലെ തന്നെ പുലയരെയും ഏഴുവരെയും സംഘടിപ്പിച്ചുകൊണ്ട് 1917 മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ പുലയ ജാതിക്കാർക്ക് മാത്രമായിട്ട് മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ഈ ഏരിയയിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്കൊരു സിംഗിൾ സ്ട്രെച്ചിൽ മനസ്സിലാവും. ഒന്നാമത്തെ സമപന്തി ഭോജനം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമികളുടെയാണ്. പന്തി ഭോജനം എന്ന് പറഞ്ഞാൽ അയ്യാഗുരുവിൻ്റെയാണ്. തൈക്കാട് അയ്യാഗുരു സംഘടിപ്പിച്ചതാണ് പന്തി ഭോജനം. പ്രീതി ഭോജനം എന്ന് പറഞ്ഞാൽ വാഗ്ഭടാനന്ദൻ്റെയാണ്. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ്റെയാണ്. അതുകൊണ്ട് മിശ്രഭോജനം 2 എണ്ണം ഉണ്ട്. മിശ്രഭോജനം 1 പുലയരെയും ഈഴവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ളത് സഹോദരൻ അയ്യപ്പൻ്റെയാണ്. അതായത് മിശ്രഭോജനം 2 പേര് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സഹോദരൻ അയ്യപ്പനും ഒന്ന് ശ്രീനാരായണ ഗുരു. സഹോദരൻ അയ്യപ്പൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നതിനകത്ത് ഈഴവരും പുലയരെയും മിക്സ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ശ്രീനാരായണ ഗുരു ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുലയരെ മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അഗെയിൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. സമപന്തി ഭോജനം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമികളുടെയാണ്. പന്തി ഭോജനം തൈക്കാട് അയ്യാഗുരുവിൻ്റെയാണ്. പ്രീതി ഭോജനം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെയാണ്. പിന്നെ മിശ്രഭോജനം 2 പേർക്കുണ്ട്. ഒന്ന് സഹോദരൻ അയ്യപ്പനും ഉണ്ട്, ശ്രീനാരായണ ഗുരുവിനും ഉണ്ട്. ഇതിൽ ഈ പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനമാണ് കൂടുതൽ എക്സാമിന് ചോദിച്ചായിട്ട് കണ്ടിട്ടുള്ളത്. ഈ തുവയൽ പന്തി കൂട്ടായ്മ ഒരു നേരത്തെ റിപ്പീറ്റ് ചെയ്ത അങ്ങനെ സ്ഥിരമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുമല്ല. പക്ഷേ ഈ സമപന്തി ഭോജനം, പന്തി ഭോജനം, മിശ്രഭോജനം ഈ ഐറ്റങ്ങൾ റിപ്പീറ്റഡാണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പലയിടത്തായിട്ട് ചോദിച്ചിട്ടുണ്ട്. സമപന്തി ഭോജനം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമി എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ചേർന്ന് വരുന്ന ഒന്നാണ് വാഗ്ഭടാനന്ദൻ. അത് 2 തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സമപന്തി ഭോജനം, പന്തി ഭോജനം, പിന്നെ അതുപോലെ തന്നെ പ്രീതി ഭോജനമാണ് വാഗ്ഭടാനന്ദൻ്റെ. ഓക്കെ, അടുത്താണ് ശുചീന്ദ്രം. 1831 ശുചീന്ദ്രൻ രഥമഹോത്സവത്തിന് രഥോത്സവ സമയത്ത് അവർണർ മൊത്ത തേര് വലിച്ചത് ഏത് നവോത്ഥാന നായകനാണെന്നുള്ളത്. 1831 ശുചീന്ദ്രം രഥോത്സവ സമയത്ത്. ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ രഥോത്സവമുള്ള സമയത്ത് ഈ പറഞ്ഞ തേര് വലിച്ച അവർണർ മൊത്ത തേര് വലിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ശുചീന്ദ്രം രഥോത്സവത്തിൽ. പിന്നെ കേരളത്തിലെ ആദ്യ സാമൂഹിക സംഘടനയായ സമത്വ സമാജം സ്ഥാപിച്ചതും ഈ പറഞ്ഞ വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജം റിപ്പീറ്റ് വലിയ ക്വസ്റ്റ്യനാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് 1836 വൈകുണ്ഠസ്വാമി ജനിച്ചത് എന്താണെന്ന് അവർക്ക് 1809 ഓക്കെ, 1822 ഈ പറഞ്ഞ പുള്ളി ചാന്നാർ ലഹരിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത്. 1859 മുത്തരണ്ടിൽ മാർത്താണ്ഡവർമ്മ അത് അംഗീകരിച്ചത്, ജൂലൈ 26. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടാണ്. 1834
സമത്വ സമാജം സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ പന്തി ഭോജനം, സമപന്തി ഭോജനം, പ്രീതി ഭോജനം, മിശ്രഭോജനം ഇതെല്ലാം വളരെ ഇതായിട്ട് ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞു 1836 പുള്ളി ഒരു പ്രസ്ഥാനം തുടങ്ങി. ആ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം 1837 വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചു. തിരുവിതാംകൂർ ഭരണാധികാരികൾ പുള്ളിയെ പിടിച്ചിട്ട് ജയിലിൽ അടച്ചു. അത് ഏത് രാജാവാണെന്ന് സ്വാതി തിരുനാളാണ് പുള്ളിയെ ജയിലിൽ അടച്ചത്. ഇത് 1837 ഓക്കെ. സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമി ജയിലിൽ നിന്ന് മോചിതനാക്കിയത്. അതായത് ഈ സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്നു ഈ പറഞ്ഞ തൈക്കാട് അയ്യ ഗുരു. പുള്ളിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് പുള്ളിയെ പിന്നെ റിലീസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഏത് രാജാവാണ്, ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് വൈകുണ്ഠസ്വാമിയെ ജയിലിൽ അടച്ചതെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. അത് വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1837. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചതിന് ശേഷമാണ് 1837 പുള്ളിയെ ജയിലിൽ അടയ്ക്കുന്നത്. ഈ ജയിലിൽ അടയ്ക്കുന്നത് സ്വാതി തിരുനാളാണ്. ഈ ജയിലിൽ നിന്ന് പുള്ളിയെ പുറത്ത് ഇറക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തത് അല്ലെങ്കിൽ അതിന് സഹായം ചെയ്തത് തൈക്കാട് അയ്യ ഗുരുവാണ്. ഈ തൈക്കാട് അയ്യ ഗുരു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്വാതി തിരുനാളിൻ്റെയും പ്രധാനപ്പെട്ട കുറേ ആൾക്കാരുടെ ഗുരുവാണ്. പുള്ളിയാണ് ഇതിനകത്ത് മുൻകൈ എടുത്ത് പുള്ളിയെ വെളിയിലിറക്കിയത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ നിർമ്മിച്ച നവോത്ഥാന നായകൻ. അത് വൈകുണ്ഠസ്വാമിയാണ്. അത് റിപ്പീറ്റ് വാല്യുള്ള ക്വസ്റ്റ്യനാണ്. നേരത്തെ പലർക്കും ചോദിച്ചിട്ടുണ്ട്. മുന്തിരിക്കിണർ ആരാണ് നിർമ്മിച്ചത്, മുന്തിരിക്കിണർ നിർമ്മിച്ച അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന വൈകുണ്ഠസ്വാമിയുടെ സംഭാവന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിൽ മുന്തിരിക്കിണറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ. അതിൻ്റെ റീസൺ പൊതുക്കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വൈകുണ്ഠസ്വാമി മുന്തിരിക്കിണർ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ. അടുത്തത് റിപ്പീറ്റ് വാല്യൂ ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേല ചെയ്താൽ കൂലി കിട്ടും എന്നുള്ളൊരു സ്ലോഗൻ, അത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പുള്ളിയുടെയാണ്, വൈകുണ്ഠസ്വാമികളുടെയാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്നീ വചനങ്ങളും വൈകുണ്ഠസ്വാമികളുടെയാണ്. അതായത് ഒരു ജാതി വരുമ്പോൾ ഒരു ദൈവം എന്ന് പറയുന്ന സെൻറ്റൻസ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കൂട്ട് ഒരു ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യ ഒരു സീക്വൻസിൽ പോകുന്നത് ഈ പറഞ്ഞ വൈകുണ്ഠസ്വാമികളുടെയാണ്. ഓക്കെ. അവർണ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ നടത്തിയ സമരമാണ് അയിത്തോച്ചാരണ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. അവർണ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ നടത്തിയ സമരമാണ് അയിത്തോച്ചാരണ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരുന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യന് ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് VSDP 2014 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം. അതിൻ്റെ പേരാണ് നിലവിളി സമരം. സോ ദാറ്റ്സ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമിയുടെ കൃതി ഏതാണെന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ അരുൾനൂല്, അമ്മാനി അരുളാൽ, അഖിലത്തിരട്ട്. കൂടുതലും ഈ അഖിലത്തിരട്ട് ആരുടെയാണെന്നാണ് ചോദ്യം കണ്ടിട്ടുള്ളത്. പക്ഷേ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചിലപ്പോൾ ഇത് വന്നേക്കാം. അരുൾനൂൽ, അമ്മാനി അരുളാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ വൈകുണ്ഠസ്വാമികളുടെ കൃതികളുടെ പേരാണ്. ഓക്കെ. അതായത് താഴെ തന്നിരിക്കുന്നതിൽ വൈകുണ്ഠസ്വാമിയുടെ കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 3 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ അരുൾനൂല്, അമ്മാനി അരുളാൽ, അതുപോലെ തന്നെ അഖിലത്തിരട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് അഖിലത്തിരട്ട് എന്ന് പറഞ്ഞൊരു കൃതിയാണ്. ഓക്കെ. ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുന്തിരിക്കിണറിനെ പറ്റി പഠിച്ചു. 1837 വൈകുണ്ഠസ്വാമി ജയിലിൽ അടച്ചതിനെ പറ്റി പഠിച്ചു. ഏത് ജയിലിലാണ്, ശിങ്കാരത്തോപ്പ് ജയിലിലാണെന്ന് പറഞ്ഞു. അതാരാണ് രാജാവ്, ഏത് രാജാവാണ്, ഏത് ഭരണാധികാരിയാണ് ചെയ്തത്, സ്വാതി തിരുനാളാണ്. ഈ സ്വാതി തിരുനാളിൽ പുള്ളിയെ പിന്നെ തിരിച്ച് ഇറക്കിയത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്, അത് തൈക്കാട് അയ്യ ഗുരുവിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. തൈക്കാട് അയ്യ ഗുരു എന്ന് പറഞ്ഞാൽ സ്വാതി തിരുനാളിൻ്റെ ഗുരുവാണ്. പിന്നെ അതൊന്ന് മുന്തിരിക്കിണറിനെ പറ്റി പഠിച്ചു. മുന്തിരിക്കിണർ എന്തിനു വേണ്ടിയാണത് വന്നിരിക്കുന്നത്, അത് താഴെ ജാതിപ്പെട്ട ആൾക്കാർക്ക് പൊതുക്കിണർ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പുള്ളി ഒരു കിണർ ഉണ്ടാക്കിക്കൊണ്ട് സ്വാമിക്കിണർ എന്ന് പറയുന്നത് ഒരു കിണർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും
വെള്ളം കോരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അയിത്തോച്ചാടന പ്രസ്ഥാനത്തെപ്പറ്റി ജസ്റ്റ് എന്ത് കാരണം കൊണ്ടാണ് അയിത്തോച്ചാടന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതൊന്ന് മനസ്സിലാക്കി. പിന്നെ ജസ്റ്റ് നിലവിളി സമരം എന്താണെന്നുള്ള ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആണത്. ഏതെങ്കിലും രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. പിന്നെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, അതായത് വൈകുണ്ഠസ്വാമികളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അതോട് തന്നെ ഉള്ളതാണ് ജാതി ഒന്ന്, മതം ഒന്ന്, മനുഷ്യൻ ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതും വൈകുണ്ഠസ്വാമിയുടെയാണ്. അത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വേല ചെയ്ത കൂലി കിട്ടണമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന ആരുടെയാണ്? വൈകുണ്ഠസ്വാമികൾ, തെക്കടയ്യ, ഒരു വാക്കുകൂടാണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ജാതി ഒന്ന്, മതം ഒന്ന്, അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൊട്ടേഷനായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ആൻസേഴ്സ് എഴുതാൻ പറ്റും, എസ്പെഷ്യലി ഡിഗ്രി ലെവലിൽ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വൈകുണ്ഠസ്വാമികളുടെ ഈ പറഞ്ഞിരിക്കുന്ന കൃതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അഖിലത്തിട്ടാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്, നേരത്തെ എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുള്ളതും. പിന്നെ അതിൻ്റെ കൂടെ പറയാവുന്നതാണ് അരുൾ നൂല്, അമ്മാനെ അരുളാൽ. ഓക്കെ, ഇത് നോട്ട് ചെയ്തോളൂ.